കല്യാണം നടക്കില്ലേ വേണ്ട. പകരം എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. പണോ? ഏത് പണം? ദേ എനിക്കെന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിനക്കറിയില്ല ഏത് പണമാണെന്ന്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടില്ലല്ലോ, പിന്നെങ്ങനെ അത് തിരികെ തരുന്നേ? ഓ, പറഞ്ഞ പോലെ ഒക്കെ അടിച്ചു മാറ്റിയ മായയുടെ കയ്യിൽ നിന്നാണല്ലോ. എന്നല്ലേ ഞാൻ വാങ്ങി തന്ന പൊന്നിന്റെ ഉരുപ്പടി എവിടെ? ആ, അത് ഞാൻ ഭദ്രായി ബാങ്ക് ലോക്കറി വെച്ചിട്ടുണ്ട്. ബാങ്ക് ലോക്കറി വെക്കാനുള്ള അല്ല, 1.5 ലക്ഷം രൂപയുടെ ഉരുപ്പടി. അതെനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം. തരാൻ മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിലോ ഒന്ന്? എന്താ അങ്ങനെ കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടുമില്ല. ഇതുപോലൊന്നിനെ ഞാൻ കണ്ടിട്ടുമില്ല. ദേ പെണ്ണെ, മിടുക്ക് കൂടിയാലേ നിന്റെ താമസം ജയിലിലാവും. ഓ, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൊന്ന്. സാരയില്ല, അവിടെ എനിക്ക് കൂട്ടായി മറ്റൊരാൾ കൂടി ഉണ്ടാവും. നിങ്ങളുടെ പുന്നാര മോൻ. മോഷണക്കുറ്റത്തിന് എനിക്ക് കൂടിപ്പോയാ 1-2 മാസം അകത്ത് കിടക്കേണ്ടി വരും. എന്നാ നിങ്ങളുടെ മോന്റെ കാര്യം അതല്ല. അകത്ത് പോയാ പിന്നെ പുറത്തു വരില്ല. ചിലപ്പോ തൊണ്ട് തല്ലി പിരിച്ചെടുത്ത നല്ല അസല് കയറ് കഴുത്തി മുറുകയും ചെയ്യും. വേണ്ടടി, നീ ഒന്നും തരണ്ട. പക്ഷേ നിനക്ക് 4 ലക്ഷം രൂപ യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ എടുത്തു തന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കിക്കൊള്ളാം. കിട്ടിയില്ലെങ്കിലേ നിന്റെ അമ്മയ്ക്കൊപ്പം അവളെ ഞാൻ പറഞ്ഞയച്ചോളാം. കുറെ കാലമായി ഈ തോന്നിവാസം ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. ദേ നിൽക്കുന്നു. അമ്മയ്ക്ക് കലിയേറിയ അമ്മിക്കല്ലുകൊണ്ട് തല്ലുറപ്പ. അതുകൂടെ കണ്ടിട്ട് പൊക്കളാ. എടി, എവിടെയാണ് ഞാൻ നിന്റെ കയ്യിലേക്ക് മാന്യമായിട്ട് വെച്ചെന്ന 4 ലക്ഷം രൂപ? അത് തന്നിട്ട് മതി വെട്ടലും കീറലും ഒക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ, പണം ആര്യയ്ക്ക്. ആര്യയുടെയും ചേരയുടെയും കാര്യമൊന്നും എനിക്കറിയണ്ട. നിനക്ക് തന്ന പണം നീ തന്നെ എന്റെ കയ്യിലേക്ക് തരണം. അത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാ. എന്റെ കയ്യിൽ പണമില്ലാതെ ഞാൻ എങ്ങനെയാ? ആട്ടക്കാരിയല്ലേ, ആരുടെങ്കിലും ഒക്കെ കൂടെ പോയി ആടണം. ആടി തിമിർക്കുമ്പോ തന്ന പണം കുറേശ്ശെങ്കിലും തിരികെ തരാൻ പറ്റും. അതൊരു നല്ല ഐഡിയ. ഏതായാലും ഒരു തൊഴിലറിയാം. എന്നാ അറിയാവുന്ന തൊഴിൽ വെച്ചൊന്ന് പയറ്റി നോക്ക്. നമ്മുടെ ജെയിംസ് വേണമെങ്കിൽ അതിനു വേണ്ട ആൾക്കാരെയൊക്കെ തരപ്പെടുത്തി തരും. എന്നാ ചെല്ല്, വീട്ടിലൊരാളുണ്ടല്ലോ, സ്വന്തം ഭാര്യ. അവരെ കൊണ്ടുപോയി ആർക്കാന്ന് വെച്ചാ പരിചയപ്പെടുത്തി കൊടുക്ക്. കണ്ണിക്കണ്ടവരോടൊക്കെ ആടാനും പാടാനും മറ്റുള്ളവരെക്കാൾ മിടുക്ക് അവർക്കാ. എന്തു പറഞ്ഞടി? വലിഞ്ഞു കയറി വന്ന് കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് മാനും മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്റെ ലക്ഷ്മിയെ ആക്ഷേപിക്കുന്നു. ദേ പെണ്ണെ, എന്റെ പണം തരാതെ ഇവിടെ ആരോടെങ്കിലും കിടന്ന് തുള്ളിയാലുണ്ടല്ലോ, ഈ നാവും ഞാൻ അരിയും. ഓഹോ, എന്നാ കാണട്ടെ, നാ വരിയെന്നൊന്ന് കാണട്ടേന്ന്. ഓ, ആര്യത്തമ്പുരാട്ടി എഴുന്നള്ളിയല്ലോ ഈ മരയൊന്നിന് കൂട്ടുപിടിക്കാൻ. അതെ, ഇവൾക്കെതിരെ മതമിളകിയ പള്ളിക്കൽ പത്മിനിയുടെയും മക്കളുടെയും മരുമക്കളുടെയും പീഡനം എപ്പോഴുണ്ടാകുന്നു, അപ്പോഴൊക്കെ ഈ ആര്യ അവതരിക്കും ഇവളെ സംരക്ഷിക്കാൻ. ഓ, അത് ശരി. അപ്പോഴിവളെ സംരക്ഷിക്കാനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആണോ? സംശയമുണ്ടോ? നേരും നെറിയുള്ളവരുടെ ഭാഗത്താ ആര്യയെന്നും. അല്ലാതെ ഇവിടെ നടക്കുന്ന പാട്ടും കൂത്തും ആസ്വദിച്ച് അമ്മയുടെ സാരി തുമ്പെ തൂങ്ങി നടക്കുന്ന ആൺമക്കളെ പോലെ അല്ല ഞാൻ. നിന്നെ ഇനി ഇവളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, എന്തിന് ഒരു നോട്ടം കൊണ്ടുപോലും ആരും വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ അന്നത്തോടെ ഇവളെ പീഡിപ്പിക്കുന്ന അതേ അളവിലും തൂക്കത്തിലും ദേ നിങ്ങളുടെ ഈ മകനുണ്ടല്ലോ, തെക്കും വടക്കും തിരിച്ചറിയാൻ കഴിയാത്ത പൊട്ടനായ ഈ മകൻ, ഇവനും പീഡനം അനുഭവിക്കും. ഓ, എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എടി, പെണ്ണിനെ ആണിനെ ഒരുപോലെ അടക്കി ഭരിച്ച പാരമ്പര്യം അടി എനിക്ക്. ജീവനേക്കാൾ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു കുടുംബനാഥനെ നിങ്ങൾക്ക് പഞ്ചപുച്ഛമടക്കി നിർത്താം. ജനിച്ചപ്പോഴേ മന്ദബുദ്ധികളായിപ്പോയ നിങ്ങളുടെ മക്കളെയും എന്ന് കരുതി പ്രായമായിട്ടും പഴയ പടക്കുതിരയാണെന്ന ധാരണയിൽ ചോരത്തിളപ്പ്
അധികമുള്ള പെണ്ണുങ്ങളോട് മത്സരിക്കാൻ വന്നാ വന്നാ പറയടി, വന്നാ നീ എന്ത് ചെയ്യടി? ദേ ഇതെന്റെ വീടാ, ഇവിടെ ഞാൻ എന്തും പറയും, പ്രവർത്തിക്കും, എനിക്ക് തോന്നിയ കണക്കൊക്കെ ചെയ്യും. ദേ വേണ്ടി വന്ന നിന്നെ പോലെ ഒരു വായാടിയെ കൂട്ടുപിടിച്ച് എന്നെ എന്റെ മക്കളെ പൊട്ടരാക്കിയ ഈ നരിച്ചീറിനുണ്ടല്ലോ, ഇവളെ വെട്ടി കണ്ടിച്ച് ഞാൻ നിന്റെ മുന്നിലിട്ട് തരും. ഓഹോ, അത്രയ്ക്ക് തന്റെടാ. എന്നാ അതൊന്ന് പ്രവർത്തിച്ച് കാണിക്കത്തള്ളേ, നിങ്ങൾ അതിന് വിറയ്ക്കും. മര്യാദയ്ക്ക് അമ്മയോടും മക്കളോടും വീണ്ടും പറയാ, മായക്കെതിരെ ഇനി ഒരു ചെറു വിരൽ അനക്കിയ ഇവൻ എന്റെ ജീവിതം പകുതി വഴി എത്തും മുമ്പ് എറിഞ്ഞുടച്ച ഇവൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ കണക്ക് പറയേണ്ടി വരും. ഒരു ചെപ്പടി വിദ്യയും കൊണ്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇടി, നീ ഇത് വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഇനി ഇതിവിടെ വില പോവില്ല മോളെ. അതെ, എന്റെ പണം തിരികെ തരാത്തടത്തോളം കാലം മരണമല്ല, അതിന് തുല്യമായ കഷ്ടപ്പാടായിരിക്കും ഇവക്ക് ഇവിടെ വരാൻ പോകുന്നത്. വാശിയാണോ? അതെ, വാശി തന്നെയാ. എങ്കിലപ്പോ ഇന്നത്തോടെ ഈ കളി ഞാൻ അവസാനിപ്പിക്കുക. നിന്റെ അമ്മയെ നിനക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ എണ്ണിക്കോ, മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് ഇവിടെ പാഞ്ഞെത്തും നിന്നെ കയ്യാമ്മം വെച്ചുകൊണ്ട് പോവാൻ. എന്നോട് കെഞ്ചണ്ട, സ്വന്തം അമ്മയെ തിരുത്താൻ നോക്കിയാ മതി. പള്ളിക്കൽ അപ്പൂനെ സ്വപ്നം കണ്ട മായ ജീവിക്കുന്നത്. അപ്പോ നീ പോലീസ് ലോക്കപ്പിലായ ഇവളും ഇറങ്ങും. പിന്നെ ഇവിടെ നിന്നാലെന്ത്, നിന്നില്ലെങ്കിൽ എന്ത്? പത്മിനിയമ്മേ, അമ്മയുടെ തല തിരിഞ്ഞു പോയതുകൊണ്ട് മകന്റെ ഭാവി ഇരുട്ടിലാവാൻ പോകുന്നു. അപ്പോ ഞാൻ പോവാ ചെറിയൊരു കംപ്ലൈന്റുമായി പോലീസ് സ്റ്റേഷനിലേക്ക്. കൈയെടുക്ക്, കൈയെടുക്കാൻ. അതേമേ, പള്ളിക്കല് പോലീസ് വന്ന അതിന്റെ നാണക്കേട് എനിക്കാ, അല്ല അമ്മയ്ക്കാ. ഒന്ന് ചെല്ലമ്മേ. ചെല്ലാടാ, മക്കൾക്ക് വേണ്ടി ഞാൻ കണ്ട ചെരുപ്പൂത്തികളുടെ ഒക്കെ മുന്നിൽ തല കുനിക്കാം. മക്കളായി പിറന്ന വിഷജന്തുക്കള്, വൃത്തികെട്ടോമാര്. ആര്യ, ആര്യ ഒന്ന് നിക്ക്, ഞാൻ പറയട്ടെ. അതെ, കേസിന് വഴക്കിനും ഒന്നും പോണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാ മതിയോ? ശരി, ഇനി ആരും ആ നശൂലത്തെ വേദനിപ്പിക്കാൻ പോവില്ല. നശൂലൊന്ന് നിങ്ങളിപ്പോ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതുപോലെ 1000 പദപ്രയോഗങ്ങള് നിങ്ങൾ അവൾക്ക് നേരെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതും ഒരർത്ഥത്തിൽ വേദന തന്നെ. ശാരീരിക പീഡനത്തിനൊപ്പം മാനസിക പീഡനവും ഒഴിവാക്കണം. കടുത്ത വാക്കുകൾ ഇനി മേലിൽ അവൾക്കെതിരെ ഉണ്ടാവരുത്. വാക്കുകൾ കൊണ്ടുപോലും അവളെ വേദനിപ്പിക്കരുത്. മറുപടി തന്നില്ല. സമ്മതിച്ചു. പെറ്റമ്മയുടെ മാനാഭിമാനത്തിന് പോലും വില കൽപ്പിക്കാത്ത കാടി പിടിച്ചോന്റെ ഒക്കെ വാലി പിടിക്കുന്ന ഈ നാണം കെട്ട നാറികൾക്ക് വേണ്ടി പള്ളിക്കൽ പത്മിനി അടിയറവ് പറയുന്നു. കാറ്റ് നന്നായ കല്ലും പറക്കൂടാ, ഇല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എല്ലാത്തിനും കാരണം നീയാ, നീ ഒറ്റ ഒരുത്തൻ. എന്താ ഇത്? എന്താ മോളെ? ഈ മനസ്സിന്റെ വലിപ്പം കാണാൻ കഴിയാത്തതിന് പ്രായത്തിനനുസരിച്ച് തന്റെ ഇടം വേണ്ടേ മായ? ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാൽ എങ്ങനെ? സത്യം അറിയാതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഏതല്ല രീതി പെരുമാറി. ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്ത്രീ.
അതായിരുന്നു എന്റെ മനസ്സിലെ ചിത്രം. എന്തുകൊണ്ട് ഈ മനസ്സിന്റെ നന്മ നേരത്തെ എന്നെ അറിയിച്ചില്ല? മനഃപൂർവ്വ ഒക്കെ അറിഞ്ഞ ഈ നാടകം ഭംഗിയായി പര്യവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. മായക്കറിയോ, മായ കണ്ട ഈ വൃത്തികെട്ട സ്ത്രീ പാവമായിരുന്നു. സാധുവായ ഒരച്ഛന്റെയും അമ്മയുടെയും അതില് സാധുവായ ഒരു മകൾ. പിന്നെ ഞാൻ എന്തൊക്കെയായി തീർന്നു, എന്തിനും പോന്നവളായി തീർന്നു. അല്ലെങ്കിൽ സാഹചര്യം എന്നെ അങ്ങനെയാക്കി മാറ്റി. പക്ഷേ ഇവിടെ വന്നപ്പോ, നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ആര്യ എന്ന പാവം പിടിച്ച പെണ്ണിനേക്കാളും എത്രയോ മടങ്ങ് സാധുവായ ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടെന്ന്. അത് നീയാ, നീ മാത്രം. ഈ സ്വഭാവ മഹിമയ്ക്ക് മുന്നില, നിഷ്കളങ്കതയ്ക്ക് മുന്നില, ഭർത്തൃസ്നേഹത്തിന് മുന്നില ഞാൻ അടിയറവ് പറഞ്ഞത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പെരുമാറ്റം കണ്ട ഉള്ള എത്രയ്ക്ക് ശുദ്ധമാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല, ദൈവങ്ങൾക്ക് പോലും. അഭിനയം ഒരുപാട് പഠിച്ചു പഠിച്ചത് നാച്ചുറലായി. ആ നാച്ചുറാലിറ്റിയാ മായ എന്നിൽ കണ്ടത്. ഇനി ഒരിക്കലും ആരും ഇവിടെ നിന്നെ ശല്യം ചെയ്യില്ല. നിന്റെ നേരെ രൂക്ഷമായി ഒന്ന് നോക്കുപോലും ഇല്ല. എന്നാലും എല്ലാവർക്കും എന്നോട് മനസ്സിൽ പകയുണ്ടാവും, വിശേഷിച്ചും അപ്പുവേട്ടന്. വേണ്ട ആര്യെ, ഇത്രയും തന്നെ ധാരാളം. ആര്യ അപ്പുവേട്ടനെ സ്വീകരിച്ചോളൂ. നിങ്ങള് സ്വസ്ഥമായി സുഖായും ജീവിച്ചോളൂ. ഒരിക്കലും നിങ്ങൾക്ക് എന്റെ ശാപം പേരേണ്ടി വരില്ല. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നിന്റെ കെട്ടുതാലി അറുത്തിട്ട് വേണോ എനിക്കൊരു ഭർത്താവിനെ സ്വന്തമാക്കാൻ? എന്റെ ബാധ്യത തീർക്കാനും നിന്നെ സുരക്ഷിതമാക്കാനുമാ ഞാൻ ഇത്രയും അത്യധ്വാനം ചെയ്തത്. രണ്ടും നേടി. ഇനി ഭർത്താവിനെ ഭർത്താവായി കണ്ട് സ്നേഹിക്കുക, ഒപ്പം ശാസിക്കേണ്ടടുത്ത് ആ ഭാഷ തന്നെ ഉപയോഗിക്കുക. ഭർത്താവിനോടായാലും മറ്റാരോടായാലും മനുഷ്യനെ തിരിച്ചറിയാത്തവരുടെ അടുത്ത് മനുഷ്യത്വം പാടില്ല മായേ. കണ്ണീര് വേണ്ട. ഇനി എനിക്കത് കാണാൻ താല്പര്യമില്ല. ഇതുവരെ മായ വെറും മായയായിരുന്നു. എന്നാ ഇന്നു മുതൽ താൻ മറ്റൊരു മായയാണ്. തണ്ടും തടിമിടുക്കും സ്നേഹവും കരുണയും ഒക്കെയുള്ള മായ. പള്ളിക്കൽ തറവാടിന്റെ നല്ല മരുമകളായ മായ. എന്താ അങ്ങനെയല്ലേ? ഇങ്ങനൊരു തൊട്ടാവാടി.